ഹലോ ഗൈസ്, ഇന്ന് ഒരു വോയിസ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, നമ്മൾ ഇന്നലെ മുതൽ ഞാൻ ഒരു ഞാനിടയ്ക്ക് യൂട്യൂബ് ചാനലിൽ ഓരോ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. പല അക്രമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പം അടുത്തിടെയായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ ഏറി വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ എനിക്ക് ഏറ്റവും ഫീൽ ചെയ്ത് എനിക്ക് മനസ്സിന് വേദനിച്ചൊരു കാര്യം ഇന്നലെ കേട്ടപ്പോൾ യൂട്യൂബ് ചാനലിലൊരു ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അത് വേറൊന്നുമല്ല, ഞാനിപ്പോൾ ഓമശ്ശേരി താമസക്കാരിയാണ്. ഞാനും മോളും മക്കളും ഒക്കെ ആയിട്ട് ഓമശ്ശേരിയാണ് താമസിക്കുന്നത്. അതിന് തൊട്ടടുത്ത് ആണ് താമരശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം, നമ്മളെ താലൂക്കായിട്ട് വരും. അവിടെ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് എന്താണ് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു മനോവിഷമം ഉണ്ടായതെന്ന് വെച്ചാൽ, ഈ താമരശ്ശേരിയിലെ ഒരു ട്യൂഷൻ സെൻ്ററിൽ കുറച്ച് കുഞ്ഞുങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിലൊരു കുഞ്ഞിന് ഇന്നലെ ഞാൻ കേട്ട ന്യൂസിൽ വാർത്തയിൽ ആ കുഞ്ഞ് സുഖമില്ലാതെ മെഡിക്കൽ കോളേജിലേക്ക് വരെ എത്തേണ്ടി വന്നു. അവിടേക്ക് എത്തിക്കേണ്ടി വന്ന ഒരവസ്ഥ ഉണ്ടായി. അപ്പോൾ ഈ ട്യൂഷൻ സെൻറ്ററിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ട്യൂഷൻ സെൻറ്റർ എന്ന് വെച്ചാൽ ഇത്രയ്ക്ക് നല്ലൊരു പേര് കേട്ട നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, ആ ടീച്ചേഴ്സിന് അവിടെ ആ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നതിൽ നല്ല വിഷമമുണ്ട്. കാരണം അത്രയ്ക്ക് നല്ല ടീച്ചേഴ്സാണ് അവിടെ ഉള്ളവർ. എൻ്റെ അനുഭവം, എൻ്റെ മകളെ ഞാൻ 10th ട്യൂഷന് വിട്ടത് അവിടെയാണ്. അവിടെ ഞാൻ എത്തിപ്പെടാനുള്ള കാരണം എന്ന് വെച്ചാൽ, താമരശ്ശേരി ടൗണിൽ സഹോദരിൻ്റെ വീട് ആ ഭാഗത്തായതുകൊണ്ടും താമരശ്ശേരി ടൗണിൽ എന്തോ ഒരു ചെറിയ പർച്ചേസിങ്ങിനും മറ്റുമായിട്ട് പോയ സമയത്ത് ട്രിസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു നെയിം, ട്രിസ് എന്നുള്ള സ്ഥാപനമാണെന്ന് ഞാൻ ഫസ്റ്റ് ശ്രദ്ധിച്ചില്ല. ആ സ്ഥാപനത്തിൻ്റെ ആ പേരെൻ്റെ കണ്ണിൽ പെട്ടു. അപ്പം ഞാൻ ആ പേരിൻ്റെ താഴെ എന്ത് ശ്രദ്ധിച്ചപ്പോൾ ട്യൂഷൻ സെൻറ്റർ കണ്ടത്. അതിൽ 9th 10th അങ്ങനെ ക്ലാസ്സിൻ്റെ ഡിവിഷൻസും കണ്ടപ്പം ഇങ്ങനെ ഒരു പേരിൽ നല്ലൊരു ട്യൂഷൻ സെൻറ്റർ ആയിരിക്കുമല്ലോ അന്ന് ഞാൻ ശ്രദ്ധിച്ച് അങ്ങനെ തിരിച്ചു പോന്നു. പിന്നെ ഞാനത് ആ വിഷയം വിടുകയും ചെയ്തു. പിന്നെ എൻ്റെ മകൾ 9th പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാരൻസ് മീറ്റിങ്ങിന് ടീച്ചേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞു, മോൾ തീരെ പഠിക്കുന്നില്ല, 0 മാർക്കാണ് വാങ്ങുന്നത്, 9th തന്നെ പാസ്സാവുമെന്ന് അറിയത്തില്ല, അപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റുകയാണെങ്കിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ ടൈമിൽ എന്ന് വെച്ചാൽ ഞാൻ മനഃപൂർവ്വം ശ്രദ്ധിക്കാതെ നിന്നതാണ്. കാരണം കുഞ്ഞുങ്ങൾ അവർക്കൊരു ആ സമയത്തൊരു റൂൾസും കാര്യങ്ങളൊക്കെ വന്ന് 8th വരെ പഠിച്ചിട്ടില്ലെങ്കിലും കുഞ്ഞുങ്ങളെ പാസ്സാക്കി വിടും എന്നുള്ളൊരു റൂൾസ് വന്ന സ്ഥിതിക്ക് അവർ കളിക്കേണ്ട ടൈമാണല്ലോ, അവർ ഉല്ലസിച്ച് സന്തോഷിച്ച് പഠിക്കട്ടെ എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ അവളെ ശ്രദ്ധിക്കാതെ വിട്ടു. ആ ശ്രദ്ധിക്കാതെ വിട്ടാലും അവൾ പഠിക്കുമെന്നായിരുന്നു എൻ്റെ ഒരു ചിന്ത. പക്ഷേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മോള്. 9th വരെ ഒരക്ഷരം പഠിച്ചിട്ടില്ല. അവൾ 9th ലാസ്റ്റ് എക്സാമിൻ്റെ ടൈമിലാണ് ടീച്ചേഴ്സ് പാരൻസ് മീറ്റിംഗ് വെച്ചിട്ട് എന്നെ വിളിച്ചിട്ട് ഞാൻ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എല്ലാ കുട്ടികളും പോയപ്പോൾ ഒരു 2-3 പാരൻസ് അവിടെ പിടിച്ച് നിർത്തി. ലാസ്റ്റ് ടൈം ക്ലാസ് തന്നു. എന്നോട് പറഞ്ഞു, മോള് 0 മാർക്ക്, അവളെ പ്രോഗ്രസ് കാർഡൊക്കെ എടുത്ത് കാണിച്ചു തന്നു, 0 മാർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ശ്രദ്ധിക്കാൻ പറ്റുകയാണെങ്കിൽ 9th പാസ്സാവും, അത് കഴിഞ്ഞിട്ട് 10th പാസ്സാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പഠിക്കാത്ത നിങ്ങളെ കുഞ്ഞ് അങ്ങനെ നിൽക്കുകയും ചെയ്യും, പാസ്സാവില്ല എന്ന് പറഞ്ഞു. ആ ഒരു വാക്കാണ് എനിക്ക് മകളിലേക്ക് ശ്രദ്ധ തിരിയാൻ കാരണം ഉണ്ടായത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് മകളെ നിർബന്ധിച്ച് 9th എങ്ങനെയെങ്കിലും പാസ്സായാൽ മാത്രമേ 10th അവൾ പാസ്സാവൂ എന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ പിന്നെ അവളെ പിന്നാലെ ആയി ശ്രദ്ധയും കാര്യങ്ങളും. അവളെ 9th എങ്ങനെയെങ്കിലും ഫോഴ്സ് ചെയ്ത് മോട്ടിവേഷൻ കൊടുത്ത് അവളെ 9th പാസ്സാക്കിയെടുത്തു. അത് തന്നെ എനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. മകൾ നമ്മൾ പറഞ്ഞ പോലെ ചെയ്തല്ലോ, പാസ്സായല്ലോ എന്നുള്ളൊരു ആശ്വാസം ഉണ്ടായി. പിന്നെയാണ് എനിക്ക് അന്ന് ഞാൻ താമരശ്ശേരിയിൽ കണ്ട ആ ട്രിസ് എന്നുള്ള ആ ഒരു പേര് എൻ്റെ മനസ്സിൽ വന്നത്. അത് വെച്ചിട്ട് ഞാൻ മകൾ 10th പാസ്സാവുമ്പോൾ 9th പാസ്സായി 10th വരുന്ന ടൈമിൽ മകളെ ട്യൂഷന് വിട്ട് നോക്കാം, അപ്പം ചിലപ്പോൾ പാസ്സായെങ്കിലും കിട്ടുമല്ലോ. 10th എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പഠിച്ച്
ആ സമയത്ത് അതിൻ്റെ ടഫും അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും നമുക്ക് അറിയുന്നതാണ്. അപ്പം അത് അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം 9th പോലും പാസ്സാവാൻ ബുദ്ധിമുട്ടുന്ന മകൾക്ക് പാസ്സാവാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ട്രിസ്സിൽ പോയി അവിടുത്തെ ടീച്ചേഴ്സ് ഒരു ദിവസം ഞാൻ ഇവിടുന്ന് വണ്ടി എടുത്ത് പോയി ട്രിസ്സിലെ അധ്യാപകരായിട്ട് സംസാരിച്ചു. അവരെനിക്ക് വാക്ക് തന്നു, നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങളെ മകള് 10th നിങ്ങൾക്ക് ഞങ്ങൾ പാസ്സാക്കി തരും, മാർക്ക് ഞങ്ങൾ വാങ്ങിത്തരാൻ കഴിയുമെന്ന് ഞങ്ങൾ വാക്ക് തരുന്നില്ല, ഇത്രത്തോളം പഠിക്കാത്തൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് പാസ്സാക്കി തരാൻ കഴിയും എന്ന് അവരെനിക്ക് ഉറപ്പ് നൽകി. എന്നെ അത്രയ്ക്ക് അവർ ഫോഴ്സ് ചെയ്ത് എനിക്ക് നല്ല മനക്കെട്ടിയുള്ളൊരു മനസ്സ്, നിങ്ങളെ പൈസ ഒന്നും ആവില്ല, നഷ്ടപ്പെടില്ല, നിങ്ങളെ കുഞ്ഞ് പാസ്സാവും, ഞങ്ങൾ ഉറപ്പ് തരുന്നു എന്ന് പറഞ്ഞിട്ട് വാക്ക് തന്ന ആ ടീച്ചേഴ്സിൻ്റെ വാക്ക് കേട്ടിട്ട് ഞാൻ എൻ്റെ മകളെ 10th അവൾ നോർമലായിട്ട് സ്കൂളിലേക്ക് പോകുന്നു. അതിൻ്റെ കൂടെ ശനി ഞായർ ട്യൂഷൻ, അല്ലാതെ രാവിലെ എപ്പോഴെങ്കിലും 1 മണിക്കൂർ വൈകിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് ട്യൂഷന് ഞാൻ തന്നെ 2 വീലറിൽ കൊണ്ടുപോകും, ഞാൻ തന്നെ കൊണ്ടുവരും. വേറെ അവൾക്ക് എവിടെയെങ്കിലും ഇറങ്ങാനോ ആരായിട്ടെങ്കിലും സംസാരിക്കാനോ വേറെ കൂട്ടുകെട്ടിലേക്ക് തിരിയാനോ ഒന്നും ടൈം കൊടുക്കാതെ അവളെ പിന്നാലെ നടന്നിട്ട് അതിൻ്റെ പുറമെ നല്ല ക്ലാസ്സാണ് അവൾക്ക് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ എക്സാം, അതിൻ്റെ ഇടയിൽ എക്സാം അങ്ങനെ വരുമ്പോഴൊക്കെ അവൾ ബെറ്ററായി വരുന്നത് തന്നെ നമുക്കൊരു സമാധാനം കിട്ടി. അങ്ങനെ മകൾ 10th ക്ലാസ് ഫുള്ള് ട്യൂഷൻ കഴിഞ്ഞ് സ്കൂളിലെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്ന സമയത്ത് ജസ്റ്റ് പാസ്സാവണം എന്ന് പ്രാർത്ഥിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്ത എനിക്ക് എൻ്റെ മകൾ A+ഉം Aയും ആ സർട്ടിഫിക്കറ്റിൽ ഞാൻ കണ്ടപ്പം അത്രയ്ക്ക് എനിക്ക് നന്ദിയും കടപ്പാടും അവൾ പഠിച്ച സ്കൂളിനോടല്ല എനിക്ക് തോന്നിയത്, അവൾ പഠിച്ച ട്യൂഷൻ സെൻറ്ററിനോടാണ് എനിക്ക് നന്ദിയും കടപ്പാടും തോന്നിയത്. കാരണം അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആണ് അവിടുത്തെ ടീച്ചേഴ്സ്. കുഞ്ഞുങ്ങൾ അവിടെ തന്നാൽ മതി, ഞങ്ങൾ ബാക്കി ഏറ്റു, അങ്ങനെ പറയുന്ന ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിൽ മകൾ പഠിച്ചു. പിന്നെ എനിക്ക് മകൾ പഠിച്ചതിന് ശേഷം ഈ ഒരു മാർക്ക് വാങ്ങി അപ്പോൾ അവിടെ ഞാൻ വീണ്ടും ചെന്നു. +1 ടൈമിൽ മകളെ +1 ചേർക്കാൻ വേണ്ടി ചെന്നു. അവൾ ചേർന്നതിന് ശേഷം ട്യൂഷന് വേണ്ടി ചേർക്കാൻ ചെന്നു. അപ്പം മോളെ ഞാൻ കൊമേഴ്സാണ് ആദ്യം കൊടുത്തിരുന്നത്. പിന്നെ എൻ്റെ നിർബന്ധത്തിന് എനിക്ക് എൻ്റെ മോളെ സയൻസ് തന്നെ പഠിക്കണം എന്നുള്ള വാശി അതെന്നെ മകളെ ഞാൻ പറഞ്ഞ് നീ പാസ്സാവും, നീ എങ്ങനെയെങ്കിലും സയൻസിലേക്ക് പോ. അവളെന്നോട് പറഞ്ഞു അത് ടഫാണുമ്മ, എനിക്ക് കഴിയില്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു നിനക്ക് പറ്റും, ഞാനുണ്ട് കൂടെ, നീ പാസ്സാവും, എനിക്ക് ഈ സയൻസ് പാസ്സായേ പറ്റൂ, ഞാൻ കൊമേഴ്സ് പഠിച്ചൊരു ഉമ്മയാണ്, അതുകൊണ്ട് ഞാൻ പഠിച്ചത് നീ പഠിക്കണ്ട, നീ സയൻസ് പഠിക്കണം, നീ വേറെ ഒരു സബ്ജക്റ്റ് പഠിക്കണം, ഒരു വീട്ടിലെല്ലാം ഒന്ന് തന്നെ പഠിച്ച ഒരു ഇത് വേണ്ട, നമുക്കങ്ങനെ വേണ്ട, അതുകൊണ്ട് നീ സയൻസ് പഠിക്കണം, എൻ്റെ ആഗ്രഹമാണെന്ന് പറഞ്ഞ് അവളെ മോട്ടിവേറ്റ് ചെയ്ത ശേഷം ഞാൻ പഠിക്കാം. പിന്നെ ഞാൻ അവളോട് പറഞ്ഞു നീ സയൻസ് പഠിച്ചാലും നീ ഫെയിലായാലും എനിക്ക് ഒരു കുഴപ്പമില്ല, പക്ഷേ നീ പഠിക്കണം എന്ന് പറഞ്ഞു. റിസൾട്ട് അത് ഫെയിലാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, നീ പഠിക്കണം എന്ന് പറഞ്ഞു. അവൾ ആയിക്കോട്ടെ ഞാൻ പഠിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ട്രിസ്സിലേക്ക് പോയി. ട്രിസ്സിൽ ട്യൂഷന് വീണ്ടും സാറുമാരെന്നെ ഡീമോട്ടിവേറ്റാണ് ചെയ്ത ആ സമയം. എന്നോട് പറഞ്ഞു ഇത്ര SLC ഇങ്ങനെ ഇത്ര മാർക്ക് വെച്ചിട്ട് തീരെ പഠിക്കാത്തൊരു കുഞ്ഞായിരുന്നല്ലോ, ആ സ്ഥിതിക്ക് അവൾക്ക് കൊമേഴ്സ് കൊടുക്കുന്നതാണ് നല്ലത്, സയൻസ് കൊടുക്കണ്ട, അവൾ പാസ്സാവുമെന്ന് തന്നെ തോന്നുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവൾ സയൻസ് തന്നെ എടുത്താൽ മതി, അവൾ പാസ്സാവും, നിങ്ങൾ അവൾക്ക് ട്യൂഷൻ ആദ്യം കൊടുത്ത പോലെ ട്യൂഷൻ കൊടുത്താൽ മതി, വേറൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ ഞങ്ങളേറ്റു, നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങളേറ്റു എന്ന് പറഞ്ഞ് അവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞു. അത് കാരണം അവളെ ഞാൻ അവിടെ തന്നെ +1 വിട്ടു. പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ കയ്യിൽ ഫീസ് കൊടുക്കാനുള്ള പണം ഇല്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ഒരു 2-3 മാസം മാത്രമേ അവൾ അവിടെ ട്യൂഷന് പോയിട്ടുള്ളൂ. പിന്നെ അവിടേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. ടീച്ചേഴ്സിനോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അവർക്ക് അവരെ സ്ഥാപനം വിജയിക്കുന്നത് അവരെ ഫീസും കാര്യങ്ങളും അവരെ ഫെസിലിറ്റീസും കാര്യങ്ങളും കൊണ്ടാണ്. അപ്പം നമുക്ക് അത് അവർക്കത് പറ്റാത്തത് കൊണ്ടും നമുക്ക് കൊടുക്കാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ മകൾ എങ്ങനെയെങ്കിലും പാസ്സാവും എന്നുള്ള ഒരു ചിന്തയിൽ പിന്നെ എൻ്റെ മകൾ ഞാൻ ഇത്രയ്ക്കും അവളെ പിന്നാലെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ എൻ്റെ മകൾ എന്നോട് ഇങ്ങോട്ട് തിരിച്ച് പറയാൻ തുടങ്ങി, നിങ്ങൾ എനിക്ക് ട്യൂഷനും ഒന്നും ഏർപ്പാട് ചെയ്യണ്ട, ഞാൻ പഠിക്കുന്നത് നല്ല വേളങ്കോട് ഒരു നല്ല കോളേജിലാണ്,
+1 +2 നല്ലൊരു കോളേജാണ്. അവിടെ ഒരു ട്യൂഷൻ്റെ ആവശ്യമില്ല ഉമ്മ. അതുകൊണ്ട് എനിക്കിവിടെ ഞാൻ എന്തായാലും പാസ്സാവും, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ എന്തായാലും പാസ്സാവുന്നൊരു വാക്ക് എനിക്ക് തന്നു. അപ്പം ഞാൻ അവളോട് പറഞ്ഞത്, നീ പാസ്സായില്ലെങ്കിലും വേണ്ടില്ല, നീ അവിടെ പഠിക്ക്, പാസ്സാവാൻ പറ്റുകയാണെങ്കിൽ പാസ്സായാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ മോള് +2 സയൻസ് എടുത്തിട്ട് അവൾ 65% മാർക്കോടെ പാസ്സായി. ഒരു 80% മാർക്ക് എനിക്ക് കിട്ടുമായിരുന്നു, പക്ഷേ എൻ്റെ മകൾക്ക് കിട്ടുമായിരുന്നു. പക്ഷേ അവളുടെ എക്സാം ടൈമിൽ നമുക്ക് വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയത്, വഴിത്തർക്കത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് വീട്ടിൽ നമുക്ക് നല്ല എന്താ പറയുക, മനസ്സമാധാനവും നല്ല സാഹചര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ, നമ്മൾ വീട്ടിൽ എന്നല്ല, നമ്മൾ പഠിക്കുന്ന സ്ഥലത്ത് ഉണ്ടെങ്കിൽ മാത്രമേ മക്കൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും വിശദമായിട്ട് നിങ്ങളായിട്ട് ആ പ്രശ്നമൊക്കെ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ട്രിസ് എന്ന സ്ഥാപനം അത്രയ്ക്ക് നല്ലൊരു സ്ഥാപനമാണ്. അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം വന്ന് ഇങ്ങനെ ഈ കുഞ്ഞുങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞത്, അത് കേട്ടപ്പം ഭയങ്കരമായിട്ട് ദുഃഖിച്ച്, എന്താ പറയുക, ഭയങ്കര വിഷമം തോന്നി. ഞാൻ ആ ടീച്ചേഴ്സിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കുക. അത്രയ്ക്കും ഡെഡിക്കേറ്റഡ് ആയ ടീച്ചേഴ്സ്. ഇന്നലെ ഞാൻ വേറൊരു യൂട്യൂബ് ചാനലിൽ ആ ന്യൂസ് കേട്ടപ്പോൾ അതിലെ ടീച്ചേഴ്സ് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് 2 വിഭാഗത്തെയും 2 വഴിക്കാക്കി, അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ കുഞ്ഞുങ്ങളെ അവരെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി കൊടുത്തു, അവരെ വീട്ടിലിറക്കി കൊടുത്ത് അവരെ പേരൻസിനെ വിവരം അറിയിച്ചു കൊടുത്തു. അത്രത്തോളം അവർ എഫേർട്ട് എടുത്തിട്ട് അത്രത്തോളം അവർ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു ടീച്ചേഴ്സാണ്. അവരെ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നതിൽ അതിയായ ദുഃഖമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഭാവിയിലേക്ക് എത്തിപ്പെടാൻ പറ്റിയ ഒരു സ്ഥാപനമാണ്. കാരണം അവിടെ ഒന്നും പഠിക്കാത്ത എൻ്റെ മകളെ കൊണ്ടുപോയി ഞാൻ അവിടെ ചേർത്തിട്ട് അവൾ A+ഉം Aയും ഒക്കെ വാങ്ങിയിട്ട് പാസ്സായിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ എനിക്ക് അത്രത്തോളം വിശ്വാസമുണ്ട്. അവർ അത്രത്തോളം കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്നതും കെയർ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അവർക്ക് ഒരു നല്ലൊരു ഡെഡിക്കേഷനാണ്. അവിടെ ചെന്ന കുഞ്ഞുങ്ങൾ ഒരാൾ പോലും ഫെയിലാവരുത് എന്നുള്ള ഒരു വാശിയുള്ള അധ്യാപകരാണ്. എൻ്റെ ഒരു ഇത് പറയുകയാണെന്ന് വെച്ചാൽ, അവിടെ പഠിച്ച് ഈ പ്രശ്നങ്ങളുണ്ടാക്കിയ കുഞ്ഞുങ്ങൾക്ക് അവിടെ പഠിക്കാനുള്ള യോഗ്യതയില്ല, അവർക്ക് അതിനുള്ള ഭാഗ്യമില്ല. അത്രേ ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളൂ. എന്നും ഞാൻ ഓർക്കുന്ന സ്ഥാപനം എന്ന് പറഞ്ഞാൽ അത് ട്രിസ്സാണ്. നല്ലൊരു ട്യൂഷൻ സെൻ്ററാണ്. അവർ ഇനിയും ഉയരങ്ങൾക്ക് എത്തട്ടെ. ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങൾ കാരണം ആ അധ്യാപകർക്ക് എന്തെങ്കിലും മനോവിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് കൊടുക്കട്ടെ, പാവം. എനിക്കതേ ഉള്ളൂ. നമ്മളെ പാരൻസുകളെ പോലെ തന്നെ. എന്നിട്ട് അതിലൊരു ടീച്ചേഴ്സ് ഇന്നലെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, വോയിസ് പറയുന്നുണ്ട്, ആ കുഞ്ഞിനൊന്നും സംഭവിക്കാതിരിക്കട്ടെ, അവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എന്നാണ് പറയുന്നത്. അത് നല്ലപോലെ സുഖമായിട്ട് തിരിച്ചു വരട്ടെ, ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആ ടീച്ചേഴ്സ് പറയുന്നുണ്ട്. പക്ഷേ അത് ഇന്ന് ആ കുഞ്ഞ് മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പം ആ അധ്യാപകൻ്റെ മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും എന്നുള്ളത് നമ്മൾക്ക് വേദനിക്കുന്നതിനേക്കാളും അവരെ പാരൻസിന് വേദനിക്കുന്നതിനേക്കാളും അധികം വേദനിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ്. അവർക്ക് അതൊക്കെ തരണം ചെയ്യാനുള്ള ശക്തി ദൈവം കൊടുക്കട്ടെ. നല്ല ഒരു അധ്യാപകരും നല്ലൊരു സ്ഥാപനവും ഒരിക്കലും നശിക്കാതെ നല്ല നിലയിൽ പോയിക്കൊണ്ടിരിക്കട്ടെ. ഒരുപാട് നല്ല വിദ്യാർത്ഥികൾ അവിടുന്ന് നല്ല ഭാവി കിട്ടി പോയിട്ടുണ്ട്. ഇനിയും ആ നല്ല ഭാവിയിലേക്ക് ഓരോ വിദ്യാർത്ഥികളും ആ സ്ഥാപനത്തിലെത്തിയിട്ട് വിജയിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ പറയാനുള്ള. ഒരുപാട് വിഷമമുണ്ടായി നല്ലൊരു സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നതിൽ. എല്ലാം സാഹചര്യങ്ങളല്ലേ, അത്രമാത്രം. അപ്പം താങ്ക് യു. ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഇതൊരു വിഷമം വന്നപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്തതാണ്.